നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. വല്ലാത്തൊരു വിങ്ങലാണ്. സമയമെടുക്കും തോറും ഹൃദയതാളം വേഗത്തിലാവുന്നു. ഓരോ അത്ലറ്റിക്കോ മാഡ്രിഡ്, റയൽ മാഡ്രിഡ് ആരാധകൻ്റെയും അവസ്ഥ ഇതാണ്. വെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മൈതാനമായ മെട്രോപൊളിറ്റനോയിൽ രാത്രി ഇന്ത്യൻ സമയം 1:30 ചിരവൈരികൾ, നഗരവൈരികൾ ഏറ്റുമുട്ടുകയാണ്. റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും മുഖാമുഖം. ആദ്യ പാദത്തിൽ 2-1 വിജയിച്ചത് റയൽ മാഡ്രിഡാണ്. ഒറ്റ ഗോളിൻ്റെ അഡ്വാൻറ്റേജേ അവർക്കുള്ളൂ. അപ്പോൾ ഇന്ന് എന്തും സംഭവിക്കാം, ഒരു ടീം പുറത്തു പോകും. റയലിന് ആശങ്കയായിരുന്നത് കിലിൻ എംബാപ്പയുടെ പരിക്കിൻ്റെ പ്രശ്നങ്ങളാണ്. അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാവില്ല എന്നൊന്നും ആരും കരുതിയിരുന്നില്ല. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ആശങ്ക. ഇപ്പോൾ എന്തായാലും സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ തലേന്നാണ്, ഒരു കളിയുടെ തലേ ദിവസമാണ് അഞ്ചലോട്ടി സ്ക്വാഡ് പ്രഖ്യാപിക്കുക. ഇന്നിപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഈ കളിക്കുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ എംബാപ്പയുണ്ട്. ഗോൾ കീപ്പർമാരായിട്ട് കോർട്ടുവ, ലൂനിൻ, ഫ്രാൻ ഗോൺസാലസ് എന്നിവരാണ് ഈ സ്ക്വാഡിലുള്ളത്. ഡിഫൻഡർമാരായിട്ട് അലാബ, ലൂക്കാസ് വാസ്കസ്, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, ഫെർലാൻ മെൻഡി, റൗൾ അസെൻസിയോ, ജാക്കോബോ എന്നിവരുണ്ട്. മധ്യനിരയിൽ ബെല്ലിംഗാം, കമവിംഗ, വാൽവെർദെ, മോഡ്രിച്ച്, ഷ്വാമിനി, ആർദ ഗ്യൂളർ, ചീമ എന്നിവരാണുള്ളത്. മുന്നേറ്റ നിരയിൽ വിനി ജൂനിയർ, എംബാപ്പെ, റോഡ്രിഗോ, എൻട്രിക്ക്, ബ്രാഹിം, ഗോൺസാലോ എന്നിവരുണ്ട്. ഏതായാലും എംബാപ്പെ സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ, അതാണിപ്പോൾ ഒരു ആശങ്കയായിട്ടുള്ളത്. മാർക്ക ഇന്നത്തെ ലൈനപ്പ് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലെന്തായാലും എംബാപ്പെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഗോൾ കീപ്പറായിട്ട് കോർട്ടുവ, ഡിഫൻസിൽ വാൽവെർദെ, അസെൻസിയോ, റൂഡിഗർ, മെൻഡി. മധ്യനിരയിലേക്ക് വരുമ്പോൾ കമവിംഗ, ഷൂമനി, ബെല്ലിംഗാം. മുന്നേറ്റത്തിൽ വിനി ജൂനിയർ, റോഡ്രിഗോ, കിലിൻ എംബാപ്പെ. ഇതാണ് അവർ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം മറ്റു ചില സ്പാനിഷ് മാധ്യമങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നുണ്ട്. അതിൽ എംബാപ്പെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. സോ മിഗ്വൽ ഏഞ്ചൽ ഡയസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കദീന കോപ്പിൻ്റെ റിപ്പോർട്ടറാണ്. സോ കിലിൻ എംബാപ്പെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ മധ്യനിരയിൽ അവർ നടത്തുന്ന പ്രഡിക്ഷൻ സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആണ്. മാർക്ക പറഞ്ഞ പോലെയല്ല. അവർ ലൂക്കാ മോഡ്രിച്ചും ഷൂമനിയും ബെല്ലിംഗാമും മിഡ്ഫീൽഡിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. ലൂക്കാ മോഡ്രിച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. കാത്തിരിക്കാം ഇന്നത്തെ പോരാട്ടത്തിനായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.